നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരു സെമി ഫൈനൽ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ നിലമ്പൂരിൽ മണ്ണിൽ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി ആര്യാട് ഷൗക്കത്ത് വിജയിച്ചിരിക്കും. കാരണം ഇത് ജനങ്ങള്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങള് വിലക്കയറ്റത്തിനെതിരെ, അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ താക്കീത് നൽകുവാൻ കേരള ജനത കാത്തിരിക്കുന്ന ഒരു അസുലഭ നിമിഷമാണ്. തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്കതീതമായി ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഒന്നിച്ചൊന്നായി ഇറങ്ങിയിട്ടുണ്ട്. കാരണം നിലമ്പൂരിലെ പോരാട്ടം കൊണ്ടാണ് പിണറായി വിജയന് ആദ്യത്തെ ശക്തമായ താക്കീത് നൽകുകയാണ്. ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ ജയിച്ച് കടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി, ചരിത്ര വിജയത്തോടുകൂടി UDF അധികാരത്തിലേക്ക് കയറുവാനുള്ള ചവിട്ടുപടിയായിട്ടാണ് നിലമ്പൂരിലെ ഈ വിജയം ഞങ്ങൾ കാണുന്നത്. ഒന്നും ഞെട്ടിയിട്ടില്ല. അൻവർ ആരായിരുന്നു? അൻവർ നിലവിൽ സിറ്റിംഗ് MLA ആണ്. MLA ആയിരുന്നു അൻവർ. LDFന്റെ പിന്തുണയോടെ കൂടി ജയിച്ച LDF കാരനായിരുന്നു. CPM-ന്റെയും LDF ഘടകകക്ഷികളുടെയും പിന്തുണയോടെ ജനങ്ങളുടെ ഒരു MLA ആയിരുന്നു. ആ MLA എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് വോട്ടുകൾ കിട്ടും. അതൊന്നും UDFന്റെ കോട്ടകളല്ല. UDF തോറ്റ മണ്ഡലത്തിലാണ് UDF തിരിച്ചു വരുന്നത്. 10,000-ലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വേഗത്തിൽ മെജോറിറ്റി പുറത്തേക്ക് വിടുന്നില്ല. 2 റൗണ്ട് ടേബിളിന്റെ പുറത്തേക്ക് വരാനുണ്ട്. 10,000-ലേക്ക് ആദ്യം വോട്ട് ചോർച്ച എവിടെ ഉണ്ടായതാണ്? നിക്കറിന്ന് ചോർന്ന് ഓട്ടം കൊണ്ടാ പോയെന്ന് LDF ആത്മപരിശോധന നടത്തേണ്ടത്. UDF അല്ല. UDF തോറ്റ മണ്ഡലത്തിൽ ശക്തമായി തിരിച്ചു വന്നേക്കുക. കഴിഞ്ഞ 9 വർഷം ഭരണപക്ഷ MLA ആയിരുന്നു അൻവർ. സംഘപരിവാർ കടന്നു കയറിയതിന്റെ പേരിലാണ് നിലമ്പൂരിൽ അൻവർ രാജിവെക്കേണ്ടി വന്നത്. ഇവിടെ അജിത് കുമാറും, അതായത് പിന്നെ ഗുജറാത്തില് പിന്നെ ലോക്നാഥ് ബെഹ്റ മോഡിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചീറ്റ് കൊടുത്ത് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് DGP ആക്കി. ആര്? പിണറായി വിജയൻ. എന്നിട്ട് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടും ഇന്നും കൊച്ചി മെട്രോയുടെ തലപ്പത്ത് കയറിയിരിക്കുക. ആരാ? 3 ലക്ഷത്തോളം രൂപ സാലറി വാങ്ങിച്ചോണ്ട്. അത് കഴിഞ്ഞ് അജിത് കുമാർ തൃശ്ശൂര് BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ടും പിണറായി വിജയൻ സംരക്ഷിക്കുക. ഇതെല്ലാം ഈ നാട് കാണുന്നുണ്ട്, കേരളം കാണുന്നുണ്ട്. ഇത് തിരിച്ചറിയും. ഇതിനുള്ള തിരിച്ചടി കിട്ടുകയും ചെയ്യും. ഈ ആവേശമായിരിക്കും ഇനി UDFന്റെ ഒരു എന്തോ പറയാ യുവജനങ്ങള്, അതായത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഉജ്ജ്വലമായ പ്രകടനമാണ്. ഞങ്ങളെ 2026 ഞങ്ങളെ ഭരണത്തിൽ കൊണ്ടുവന്നിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റ് നേടി വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും കേരളം ഭരിക്കും. അതിന്റെ തുടക്കമാണ് ഇവിടെ പിണറായിസത്തെ അവസാനിപ്പിച്ച് തുടക്കം കുറിച്ചു. നിലമ്പൂരിലെ വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും UDF അധികാരത്തിൽ വരും. ഈ നിലമ്പൂരിൽ നിന്ന് കൊളുത്തിയ ദീവശിക പ്രയാണം കേരളം ഒട്ടുക്ക് ആളിപ്പടരുക ചെയ്യും. ഏകദേശം 2 റൗണ്ടും കൂടെ എണ്ണിക്കഴിയുമ്പോൾ നിലമ്പൂരിന്റെ ഫലം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു. നിങ്ങൾക്കറിയാം, VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കുഞ്ഞാപ്പയും അടങ്ങുന്ന വൻനിര ടീം നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ കേരളത്തിൽ പിണറായിസത്തെ തച്ചു തകർക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. UDFൽ അനൈക്യമുണ്ടെന്ന് പറഞ്ഞ് UDFന്റെ പ്രവർത്തകരെ നിരാശപ്പെടുത്താൻ നോക്കിയ മാധ്യമങ്ങളെ സാക്ഷി നിർത്തി പറയുകയാണ്, UDFന്റെ ഐക്യം അത് 2026-ലേക്കുള്ള തേരോട്ടമായിരിക്കുമെന്നും ഇവിടുത്തെ വിജയത്തിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് UDFന് വേണ്ടി. PV അണ്ണന്റെ കാര്യത്തിൽ UDFന് തെറ്റുപറ്റിയിട്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്കും UDF നേതാക്കന്മാർക്കും PV അണ്ണന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. നെഞ്ചുറപ്പോടാണ്, ചങ്കൂറ്റത്തോടാണ് നിലമ്പൂരിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് PV അൻവറിന്റെ ഉഡായിപ്പ് രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് PV അൻവർ ഇല്ലെങ്കിലും UDFന് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണമാണിത്. 11,005 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു. 11,000-ൽ തുടക്കം മുതൽ 10,000-നും 11,000-നും ഇടയ്ക്ക് ജയിക്കുമെന്നും ഭൂരിപക്ഷമുണ്ടാകുമെന്നും ലീഗും കോൺഗ്രസും UDFും ആണയിട്ട് പറഞ്ഞതാണ്. അത് സംഭവിച്ചിരിക്കുകയാണ്. നിലപാടും ഇവിടുത്തെ ഈ മണ്ണിനെ അറിയുന്ന ഒരു നേതാവാണ് പാപ്പൂട്ടി. ഈ നേട്ടം മുക്കട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആര്യാട് മൂവ്മെന്റ് സമർപ്പിക്കുന്നു. ആശാവർക്കന്മാർ സമരം നടത്തിയപ്പോൾ ആശാവർക്കന്മാരെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് അമ്മ പെങ്ങന്മാരെയും നിർത്തിക്കൊണ്ട്
ഈ നിലമ്പൂരിൻ്റെ വൻപിച്ച ഭൂരിപക്ഷം ജയിപ്പിക്കാൻ കഴിഞ്ഞത് പിണറായി വിജയൻ്റെ നെഞ്ചത്തൊരു ആണി അടിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. സെമി ഫൈനല് നിലമ്പൂരിലെ ജനങ്ങളെ ജയിപ്പിച്ചു കൊടുത്തു. ഫൈനല് ഇനി കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിക്കും. ആ ഫൈനല് കാണാനാണ് കേരളത്തിലെ ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുവരെ ഉറക്കില്ല. പിണറായി സത്തിനെതിരെയുള്ള ഒരു അന്തിമ പോരാട്ടമായി ആ ഫൈനൽ മാറുന്നതാണ്. നിലമ്പൂരിൻ്റെ മനസ്സറിയുന്ന ഒരു നേതാവാണ് ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ കൂടെ 40 കൊല്ലമെങ്കിലും 50 വർഷമെങ്കിലും ജയിച്ചൊരു വ്യക്തിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അവന് ഈ നാടിൻ്റെ ഓരോ മുക്കും മൂലയും അവിടുത്തെ പ്രശ്നങ്ങളും അറിയാം. ഇവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അറിയാം. ഇവിടുത്തെ മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാം. കുഞ്ഞാക്ക തുടങ്ങി വെച്ച ആ ബൈപ്പാസ് റോഡ് കഴിഞ്ഞ 10 വർഷമായിട്ടും ഇവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല. വലിയ വാഗ്ദാനങ്ങൾ ചെയ്തു എന്നല്ലാതെ അത് ഇന്നും ബാക്കിയായി കിടക്കുകയാണ്. റിംഗ് റോഡിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ പ്രശ്നം. കേവലം ഒരു 100 രൂപ കൂട്ടി കൊടുത്താൽ അവരുടെ ആ പാവങ്ങൾ 7000 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയും ഒരാൾക്ക്. ആ 100 രൂപ പോലും കൂട്ടി കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം, വലിയൊരു വിഭാഗം സ്ത്രീകൾ, നമ്മുടെ ചപ്പും ചവറും എടുക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ, പിന്നെ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ആത്മാർത്ഥമായി ജോലി ചെയ്ത് അവർക്കൊരു 100 രൂപ കൂട്ടി കൊടുത്തൂടെ? അതുപോലെ ഒരുപാട് കാലം പഠിച്ച് BScയുടെ എക്സാം എഴുതിയ കുറേ പ്രവർത്തകർ, ആളുകൾ, ആ ലിസ്റ്റ് ഒന്ന് 3 മാസം നീട്ടിക്കൊടുക്കാനാണ് പറഞ്ഞത്. പിൻഗാമിയായി യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് മാത്രമേ ഈ നാടിനെ വളർത്താൻ കഴിയൂ. അത് ഈ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. തുടക്കം മുതലേ പറഞ്ഞാണ് ലീഗ് കട്ടക്ക് നിൽക്കുന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം പറയുന്നത് തന്നെ ലീഗിന്റെ എല്ലാ വോട്ടുകളും UDF സ്ഥാനാർത്ഥി ഞങ്ങളെ ബാബുട്ടിയൊക്കെ കുത്തി അതിനാവേശമാണ് കാണുന്നത്. UDF ഒറ്റക്കെട്ടായി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇതേപോലെ തന്നെ കരുത്തോടെ മത്സരിക്കും, വിജയിക്കും. അടുത്ത മന്ത്രിസഭയിൽ അത് UDF-നായിരിക്കും എന്നാണ് പറയുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഒരിക്കലുമില്ല. അതെ, പക്ഷേ കുഞ്ഞാലിക്കുട്ടി ആദ്യം മുതൽ ഇവിടെ പറഞ്ഞതാണ് UDF ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിന്റെ കരുത്തമായിട്ട് തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പ്രതികരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാബുട്ടിക്ക നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. മുഹമ്മദിന് പിൻഗാമിയായി ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ ആവേശത്തിലായിരിക്കും ലീഗിന്റെ. തീർച്ചയായും അങ്ങനെ തന്നെ. അടുത്ത ഇലക്ഷനിൽ തന്നെ UDF ഒറ്റക്കെട്ടായി തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷന് വൻ മുന്നേറ്റം തന്നെ ആയിരിക്കും. യാതൊരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. നമ്മൾ അടിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ LDF ജയിച്ചു, നിലമ്പൂരിൽ UDF ജയിച്ചു. ഞങ്ങൾക്ക് സെമി ഫൈനൽ തോന്നിയില്ല. ഇത് വെറും ക്വാർട്ടർ ഫൈനല്. ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഞങ്ങൾക്ക് എന്താണോ ഇപ്പൊ ഞങ്ങൾ ബ്രസീലും അർജന്റീനയും കളിച്ചുമ്പോൾ ഞങ്ങൾ മലപ്പുറത്താർക്ക് അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചാൽ പറയും ഇത് B ടീമാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം എന്താ വെച്ചാൽ സ്വരാജ്യത്തിന് നിർത്തിയല്ലോ LDF സ്ഥാനത്ത് ചെയ്യേണ്ടത്. ഇന്നലെ തോൽപ്പിച്ചത് ഭയങ്കര സന്തോഷം. ഇതാണ് ഇത് വെറും ഫ്രണ്ട്ലി മാച്ച്. അടുത്ത പേരുണ്ട്, ഒരു 6 മാസം കഴിഞ്ഞ പേരുണ്ട്. പിണറായി വിജയന്റെ ആദപതനത്തിലുള്ള ഫസ്റ്റ് കാൽവെപ്പാണ്. എന്താ പറയാനുള്ളത്? ഞങ്ങൾ പറഞ്ഞില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഞങ്ങളുടെ ആദ്യത്തെ പടി വെടിക്കെട്ടാണ് ശ്രീമാൻ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിന്റെ മണ്ഡലത്തിൽ എല്ലാ കള്ളക്കുപ്രചരണങ്ങൾക്കും ഏതൊക്കെ തരത്തിലുള്ള പ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഞങ്ങൾ ഇതാ വൻ ഭൂരിപക്ഷത്തിലെത്തിയിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. 2026 തുടക്കമാണ് നിലമ്പൂരിൽ നിന്ന്. പിണറായിയുടെ ചകിട്ടത്തുള്ളൊരു അടിയാണ് ഇന്ന് നിലമ്പൂരിലെ ജനത അടിച്ചത്. പിണറായി വിജയ കാര്യം മനസ്സിലാക്കണം. ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിലുണ്ട്. അൻവർ എന്ന് പറയുന്ന ചെത്തിയുടെയും മുഖത്തടിച്ച അടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഉത്തമ ബോധത്തോടെ ആര്യാടൻ മുഹമ്മദിന്റെ മകനെ ആര്യാടൻ ഷൗക്കത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിരിക്കുകയാണ്. UDF-ന്റെ കൂട്ടായ വിജയം. പ്രത്യേകം എടുത്തു പറയേണ്ടത് ലീഗിന്റെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം നമ്മൾ വില കുറച്ച് കാണരുത്. UDF-ന്റെ ഒത്തൊരുമയോടുള്ള വിജയം, ഒറ്റക്കെട്ടായ വിജയം. UDF-കാരുടെ ഒത്തൊരുമയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ നെടുന്തൂണ്. എല്ലാവരും ഒന്നിച്ച് നിന്നത് കൊണ്ട് മാത്രമാണ് ഈ വിജയം ഞങ്ങൾക്ക് ഇത്ര ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിഞ്ഞത്. ജയ് UDF! ജയ് UDF! 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 UDF-ന്റെ ഒറ്റക്കെട്ടായ തീരുമാനത്താൽ തോൽപ്പിക്കാൻ UDF-ന്റെ പൊന്നാപുരം കോട്ടയാണ്. ഈ മണ്ണ് ചുവപ്പല്ല, ചുവപ്പുമല്ല, ഇത് ചോരയുമല്ല. ഇത് ആര്യാടന്റെ നിലമ്പൂരാണ്. ആര്യാടന്റെ നിലമ്പൂര് അങ്ങ് ഉയർത്തിയ മൂവർണ്ണക്കുടി ഞങ്ങൾ നെഞ്ചിലേറ്റി പാർപ്പിക്കും.
പണാധിപത്യം കൊണ്ട് ഈ മണ്ഡലത്തെ വിലക്ക് വാങ്ങാമെന്ന് വ്യാമോഹിച്ച PV അൻവറിനെയും പിണറായിയെയും ഈ നാടിന്റെ മണ്ണിൽ കുഴിച്ചു മൂടിക്കൊണ്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുന്നതിന്റെ ഒരു വിജയത്തിന്റെ പോരാട്ടം കൂടിയാണ് ഈ മണ്ണിൽ നടന്നത്. ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഇനി ഒരു സംശയവുമില്ല, ആവേശകരമായ രാത്രികളാണ്. പണാധിപത്യം കൊണ്ട് ഈ മണ്ണിന് വിലക്ക് വാങ്ങാമെന്ന് വ്യാമോഹിച്ച പിണറായി വിജയനെയും PV അൻവറിനെയും ഈ നാടിന്റെ മണ്ണിൽ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടിക്കൊണ്ട് ഈ വാപ്പുട്ടിയാക്ക ശ്രീമാൻ ആര്യാടന്റെ ഞങ്ങളുടെ നേതാവ് അങ്ങ് മുക്കട്ടയിലെ പള്ളിക്കാട്ടിൽ അന്തിയിറങ്ങുന്ന ഞങ്ങളുടെ ഒരു നേതാവുണ്ട്, ശ്രീമാൻ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മകൻ ഈ മണ്ഡലത്തിൽ പണാധിപത്യത്തെ ചെറുത്ത് ജനാധിപത്യം കൊണ്ട് വിജയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മൂവർണ്ണക്കൊടി അഭിവാദ്യങ്ങൾ. നല്ല ഭൂരിപക്ഷത്തോട് വിജയിച്ചിരിക്കുന്നു. പിണറായി ഭരണത്തിലുള്ള കനത്ത തിരിച്ചടിയാണ് ഈ വിജയം. നിലമ്പൂർ ഞങ്ങളെ തിരിച്ചു പിടിച്ച് അടുത്ത നമ്മൾ ലക്ഷല കേരള സംസ്ഥാനങ്ങളെ തിരിച്ചു ഞങ്ങൾക്ക് നേതാവുണ്ടെങ്കിൽ വാപ്പുട്ടി തന്നെയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ പോരാടും. CPM-നും കൊറിയർ സംഘത്തിനും ഈ നാട്ടിൽ ഞങ്ങൾ അനുവദിക്കില്ല. അൻവറിന്റെയും സ്വരാജിന്റെയും സകല വിജയപ്രതീക്ഷയും മസ്താനത്താക്കിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വൻ വിജയം നേടിയിരിക്കുന്നു. LDF-ന്റെ എല്ലാവിധ തെറ്റായ പ്രചരണങ്ങളൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഇനി നിലമ്പൂരിന്റെ മണ്ണ് കാലാകാലത്തേക്ക് UDF-ന്റെ കയ്യിൽ ശക്തമായി തന്നെ നിലനിൽക്കും. ആര്യാടന്റെ മണ്ണ് ഇനി തൊടാൻ ഇടതുപക്ഷത്തിനെ ഞങ്ങൾ അനുവദിക്കില്ല. സെമി ഫൈനലാണ്. ഇത് ഫൈനലാണ്. 139 നിയോജക മണ്ഡലങ്ങളിലും അടുത്തു വരാൻ പോകുന്ന സംസ്ഥാന ഇലക്ഷനിൽ ഈ വിജയം അതിന്റെ മുന്നോടിയായ വിജയം മാത്രമാണ്. ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കും, ഒരു സംശയമില്ല. ഉള്ള കാര്യങ്ങൾ പരാജയമാണ്. അദ്ദേഹത്തിന്റെ നിലപാട് സത്യത്തിൽ അവസാന ഘട്ടത്തിൽ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ 9 വർഷക്കാലം നിലമ്പൂർ നിയോജകമണ്ഡലം പണാധിപത്യത്തിന് മറിച്ചു കൊടുത്ത CPM-ന്റെ മുഖത്തെ ചടിയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. ഒരു കാരണവശാലും ആര്യാടൻ പാപ്പുട്ടി ജയിക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കഴിഞ്ഞ 9 വർഷക്കാലം ഈ നാണക്കേട് സഹിക്കുകയാണ്. ഇവിടെ പൈസയ്ക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ പേയ്മെന്റ് സീറ്റ് കൊടുത്ത് നിർത്തി നിലമ്പൂരിലെ സംശുദ്ധമായ രാഷ്ട്രീയത്തിന് കളങ്കം വരുത്തി വെച്ച CPM-ന്റെ മുഖത്തെ ചടിയാണ് ഷൗക്കത്ത് ആക്കാന്റെ ജയം. ഇത് 139 നിയോജക മണ്ഡലങ്ങളിലും UDF-ന്റെ വിജയത്തിന് നാന്ദി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ജനം സമ്മതിക്കണ്ടേ? നിലമ്പൂരിലെ ജനം സമ്മതിക്കണ്ടേ? ഞങ്ങൾക്കറിയാമായിരുന്നു നിലമ്പൂരിലെ ജനം അതൊരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ നടത്തുന്ന കുടുംബയോഗങ്ങൾ, ഞങ്ങൾ നടത്തുന്ന മീറ്റിങ്ങുകൾ, അവിടെയൊക്കെ അപാലവൃദ്ധ ജനങ്ങളെ തള്ളിക്കയറ്റം ആവേശത്തോടു കൂടി ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതികരിക്കാനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. LDF-ന്റെ മുഖത്തടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണിത്. ഈ വിജയം ഞങ്ങൾ കൊട്ടിയാഘോഷിക്കും. അതാണ് ഞങ്ങൾ UDF സിന്ദാബാദ്. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.